ഞാനിതിപ്പോൾ ആലോചിക്കാറുണ്ടേ, നവംബർ മാസം തുടങ്ങിയതേ ഉള്ളൂ, അപ്പോഴത്തേക്ക് ഡിസംബർ ആവാനേ. ഡിസംബറിന് എന്താ പ്രത്യേകത? ക്രിസ്മസ് തന്നെ. ക്രിസ്മസിന് ആയതിന് അത്ര ദിവസമുള്ളൂ. കാരണം എനിക്കത്ര ദിവസമാണ്. കാരണം ഞാൻ വീടൊക്കെ വരുമ്പോഴത്തേക്ക് ജനുവരി ആവുമായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോഴേ ഒന്ന് തുടങ്ങാൻ വിചാരിച്ചിട്ടോ. അപ്പം ഞാൻ ഇരിക്കുകയാണെങ്കിൽ ഇപ്പോൾ എല്ലാവരും ക്രിസ്മസ് ഫ്രണ്ടിലുള്ളതാണല്ലേ, നമുക്ക് ക്രിസ്മസ് കാർഡ് തന്നെ തുടങ്ങാം. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു A4 ഷീറ്റ് എടുത്തു, നേരെ മടക്കി കൊടുത്തു, ഒരു ക്രിസ്മസ് ട്രീ അങ്ങോട്ട് വരച്ചു കൊടുത്തു. സിമ്പിൾ രീതിയിലാണ് ക്രിസ്മസ് ട്രീ വരച്ചത്. വേണമെങ്കിൽ ഒന്ന് പോസ് ചെയ്തിട്ട് നോക്കി വരച്ചാൽ മതി. പിന്നെ നമ്മളിതാ കളർ പെൻസിലൊക്കെ കൊണ്ടാണ് ഒന്ന് കളർ ചെയ്ത് കൊടുക്കണത്. ഒരു ഡാർക്കിൽ നിന്ന് ലൈറ്റ് ഷെയ്ഡിലേക്ക് വരാൻ ഒരു ടോണാണ് ഞാൻ കൊടുത്തത്. അത് തന്നെ ഫുൾ അവിടെ റിപ്പീറ്റ് ചെയ്തു. പിന്നെ അടുത്തത് നമ്മൾ ആ താഴത്തെ സ്റ്റംപ് ഭാഗമാണ്. ആ ഭാഗത്തിൽ ഇപ്പം എന്നാ പ്രത്യേകത? ബ്രൗൺ എടുത്തു, ഓറഞ്ച് എടുത്തു, യെല്ലോ ഓക്കർ എടുത്തു. അപ്പം അതാണ് നമ്മൾ അവിടുത്തെ കോമ്പിനേഷൻ പറയുന്നത്. അതും ഡാർക്ക് ലൈറ്റിലേക്ക് തന്നെയാണ്. അടുത്തതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു കാർഡ് തുറന്നിട്ടാണ് ഉള്ളത്. ബട്ട് അങ്ങനെയല്ല നമ്മളത് യൂസ് ചെയ്യാറ്. നമ്മൾ ആ ഒരു ഭാഗം കൂടി ഒന്ന് ഒട്ടിച്ചെടുക്കാം. ആ സമയത്ത് നമ്മൾക്ക് കൈ ഇങ്ങനെയാണ് ഒരു പാകത്തിൽ വേണം കേട്ടോ. അതിനുശേഷം നമ്മളിത് ആ സംഭവത്തിൻ്റെ അകത്ത്, ആ കാർഡിൻ്റെ അകത്ത് നമ്മളിതൊരു റെക്റ്റാങ്കിൾ കുറച്ചും കൂടെ നീട്ടി വരച്ച മാതിരി ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അതൊന്ന് പേപ്പർ കട്ടിനെ കൊണ്ടൊന്ന് മുറിച്ചെടുക്കാം. പേപ്പർ കട്ടില്ലാത്തവർ സീസറിനെ കൊണ്ട് മുറിച്ചെടുത്താലും മതി കേട്ടോ. ആ പേപ്പർ കട്ട് ചെയ്ത് ആ പീസ് കളയാൻ പാടില്ല, കാരണം അത് നമുക്ക് കുറേ ആവശ്യമുണ്ട്. വേറെ പേപ്പർ എടുത്തു, അതിൻ്റെ അകത്ത് ചെറിയൊരു ടെഡിക്കുട്ടനെ വരച്ചു കൊടുത്തു. സാന്റാക്ലോസ് ആയാലും മതി, ബട്ട് നമുക്ക് ക്യൂട്ടാണല്ലോ മെയിൻ. അതുകൊണ്ടാണ് ഞാൻ ടെഡിക്കുട്ടനാണ് വരച്ചു കൊടുത്തത്. ടെഡിക്കുട്ടൻ്റെ കഴുത്തിൽ ചെറിയൊരു ബോക്ക് ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മളിതാ ആ കട്ട് ചെയ്ത പീസിൻ്റെ അകത്ത് ആ ഒരു പീസ് എടുത്തു, ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തു. ഞാനിപ്പം വീഡിയോ കാണിക്കുന്ന രീതിയിൽ അതൊന്ന് ഒട്ടിച്ചെടുത്തു. അതിനുശേഷം നമ്മളിതാ അതൊന്ന് നേരെ ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുത്തു, ഒരു സിഗ്സാഗ് രീതി, ഒരു സിഗ്സാഗ് മാത്രം. അതിന് ആ സെയിം പ്രോസസ്സിന് അപ്പുറത്തും ചെയ്ത് കൊടുത്തു. ചെന്നിട്ട് ഇങ്ങനൊരു സംഭവം ഉണ്ടായാലേ ആ ടെഡിക്കുട്ടനെ നേരെ അതിൻ്റെ അകത്ത് നിന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ സലോ ടാപ്പിനെ കൊണ്ടാണ് ഒട്ടിച്ചത് കേട്ടോ. പിന്നെ അടുത്ത വേണ്ട വെച്ചാൽ ഒരു ഗ്രീൻ കളർ പേപ്പർ വേണം. ഗ്രീൻ തന്നെ വേണമെന്നൊന്നുമില്ല, റെഡ് ആയാലും മതി. എൻ്റെ അടുത്ത് ഗ്രീനേ ഉണ്ടാവുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ ഗ്രീൻ എടുത്തു. അപ്പം ഇത് ഏത് ഭാഗത്തിലാണ് കട്ട് ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മൾ ആ വൈറ്റ് ഷീറ്റിൻ്റെ സെയിം സൈസിൻ്റെ അകത്ത് കുറച്ച് ചെറിയ വിഡ്ത്ത് നോക്കിയിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. ഹൈറ്റ് നമ്മൾ സെയിം ആ ഒരു വൈറ്റ് പേപ്പറിൻ്റെ സൈസിനാണ് കേട്ടോ. സൈസ് ഞാൻ അത്ര മെൻഷൻ ചെയ്യുന്നില്ല, കാരണം നിങ്ങൾക്ക് ക്യൂട്ടാക്കുകയാണെങ്കിൽ ഇതിനെക്കാട്ടി ചെറുതാക്കാം. ഞാൻ കുറച്ചും കൂടി ഒരു മീഡിയം സൈസാണ് കേട്ടോ എടുത്തത്. നമ്മളിതാ ആ ഗ്രീൻ ഷീറ്റ് അതിൻ്റെ ഉള്ളിലേക്കൊന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെന്നതാ ഇങ്ങനെ ഉണ്ടാവും. നമ്മൾ ഈ ഒരു വൈറ്റ് ഷീറ്റിൻ്റെ താഴെ ഭാഗം ഒട്ടിച്ചു കൊടുത്തില്ല, അത് ഓപ്പണായ രീതി തന്നെയാണ്. അതിന് ഒട്ടിച്ചു കൊടുക്കണേ ഉള്ളൂ, കാരണം നമുക്കൊരു പ്രോസസ്സും കൂടി ഉണ്ട്. ആ ഗ്രീൻ പേപ്പറിൽ നമ്മൾ ആ വൈറ്റ് ഷീറ്റിൻ്റെ ആ സെയിം കീറിട്ടില്ലേ, ആ സെയിം കീറിൽ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷേ അധികം അത്ര കണ്ടാകുന്നില്ല. അതിൻ്റെ അകത്തേക്ക് നമ്മൾ ആ ടെഡിക്കുട്ടനൊന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിത് ആ താഴത്തിലൊക്കെ നമ്മൾ ആ ഒരു ഗ്രീൻ പേപ്പർ വെച്ച് കൊടുക്കുക. ആ സമയത്ത് നമ്മളിത് ആ ഒരു കട്ടിങ്ങിലൊക്കെ നമ്മൾ ടെഡിക്കുട്ടനും പിന്നെ ആ ഒരു പേപ്പർ കട്ടിങ്ങിനെ കൊണ്ട് ഞാൻ ഉണ്ടാക്കിയില്ലേ ഒരു സിക്സാങ് സാധനം, ആ സാധനം കൂടി അതിൻ്റെ അകത്തൊന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ആ സമയത്ത് ഇങ്ങനെ ഉണ്ടാകും. അടുത്തതായിട്ട് ഒരു കുഞ്ഞ് ചിറ്റ് ഓഫ് പേപ്പർ എടുക്കുക. അതിൻ്റെ അകത്ത് നമ്മൾ ക്രിസ്മസ് ട്രീൻ്റെ മുകളിലൊന്നും കൂടി വേണമല്ലോ, സ്റ്റാറാണല്ലോ പ്രത്യേകം. അപ്പം സ്റ്റാറൊന്ന് വരച്ചു കൊടുക്കുക. ഞാൻ സിമ്പിൾ സ്റ്റാറാണ് വരച്ചു കൊടുത്തത്. ഒരു യെല്ലോ കളറും കൊടുത്തു. അതിനുശേഷമാണ് അടുത്ത നമ്മളെ പരിപാടി വരാൻ പോണത്. നമ്മൾ തുറക്കണമെങ്കിൽ ഒരു സംഭവം വേണമല്ലോ. ഇതിപ്പം നോക്കുമ്പോൾ എവിടെ തുറക്കില്ലെന്ന് കിട്ടണം നമുക്ക് ഭയങ്കര ഡൗട്ട് തോന്നും. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് സീസറിനെ കൊണ്ട് ചെറുതായിട്ടൊന്ന് വെട്ടിക്കൊടുത്തു. ഒരു നമ്മളുടെ ഒരു ടീഷർട്ടിൻ്റെ നെക്കിൻ്റെ സൈസല്ല, ഒരു അങ്ങനത്തെ ഷേപ്പാണ്. പിന്നെ ഇതാ ആ താഴത്തെ ഭാഗം ഒന്ന് അടച്ചോട്ടോ, അടച്ചല്ല ഒട്ടിച്ചോട്ടോ. ഇനി ഇതാ നമ്മളെ മെയിൻ സംഭവം വരാൻ പോകുന്നത്. ഇതാണ് നമ്മളുടെ ടെക്നിക്ക് കേട്ടോ. അതിനുശേഷം നമ്മളുടെ ആ ഗ്രീൻ കളർ നിങ്ങൾക്ക് എന്ത് വിഷയമാണ് വേണ്ടത് വെച്ചാൽ ആ ഒരു വിഷ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ സ്റ്റിക്കേഴ്സിനെ കൊണ്ട് കുറച്ച് ക്യൂട്ടാക്കാൻ വേണ്ടി സ്റ്റിക്കേഴ്സിനെ കൊണ്ടൊരു പ്രയോഗം ചെയ്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് തന്നെ ഇതായിട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ ലാസ്റ്റ് ലുക്ക്. ഇങ്ങനെ ഒന്ന് അവിടെ നിന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക, പുൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. പുൾ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു ടെഡിക്കുട്ടൻ ക്രിസ്മസ് ട്രീൻ്റെ മുകളിൽ സ്റ്റാർ വെക്കുന്ന മാതിരി ഒരു ടെക്നിക്കാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ബൈ.